ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പബ്ലിക് എക്സാമിന് ചോദിച്ച 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് എനി 4 ഐറ്റം അപ്പിയറിംഗ് ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് വെൻ ക്യാപിറ്റൽ ആർ ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഒറ്റ അക്കൗണ്ടിൽ വരും അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം ഏതൊക്കെയാണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ പറ്റുന്ന ഐറ്റങ്ങൾ നമുക്ക് നോക്കാം. അതില് ഒന്ന് വരുന്നത് നോ ഡൗട്ട് നമ്മുടെ ബാലൻസ് ബ്രോ ഡൗൺ അല്ലേ. നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് നമുക്ക് ഓൾറെഡി ഉള്ളത് അത് നമ്മളിവിടെ കാണിക്കാറുണ്ട്. ഇനി അതിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള ഐറ്റങ്ങൾ ഒന്ന് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കാണിക്കാം. മറ്റൊന്ന് പാർട്ട്ണർക്ക് സാലറി ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് സാലറി നമ്മൾ കാണിക്കാറുണ്ട്. പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്ണർ കമ്മീഷൻ, പാർട്ട്നേഴ്സ് കമ്മീഷൻ കാണിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് പറയാം, ഷെയർ ഓഫ് പ്രോഫിറ്റ് പറയാം, ഷെയർ ഓഫ് ഗുഡ് വിൽ പറയാം, ഷെയർ ഓഫ് ഗുഡ് വിൽ, ദെൻ ഷെയർ ഓഫ് റിസർവ്, ഷെയർ ഓഫ് റിസർവ്. ഇതൊക്കെ എന്താണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റങ്ങൾ. ഡെബിറ്റ് സൈഡിൽ നമുക്കറിയാം ഡ്രോയിങ്സ് പോലെയുള്ള കാര്യങ്ങൾ കാണിക്കുക. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് 4 ആൻസർ, അതായത് 4 ഐറ്റങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കോളൂ. അനിൽ, സുനിൽ, മനോജ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 3:2:1. സുനിൽ റിട്ടയർ. ആരൊക്കെയാണുള്ളത്? അനിൽ, സുനിൽ, മനോജ്. അപ്പൊ ആരാ റിട്ടയർ ചെയ്യുന്നത്? സുനിലാണ് റിട്ടയർ ചെയ്യുന്നത്. ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി ഫേം, ടോട്ടൽ ഗുഡ് വിൽ ആണ് എത്ര, അല്ലാതെ സുനിലിന് മാത്രം അവകാശപ്പെട്ട ഗുഡ് വിൽ അല്ല. ഓക്കെ, പാസ് നെസറി ജേണൽ എൻട്രി ഫോർ ദി റിട്ടയർമെന്റ് ഓഫ് ഗുഡ് വിൽ. സൊല്യൂഷനിലേക്ക് പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സുനിലിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ നമ്മൾ കാണാം. റിട്ടയർ ചെയ്യുന്ന സുനിലിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ, സുനിൽ ഷെയർ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഗുഡ് വിൽ ഉണ്ട് 60,000. മുഴുവൻ ഉണ്ടാവോ? ഇല്ല. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുന്നത് നോക്കാം അല്ലെ. 2/6 ഈസ് ഈക്വൽ ടു 20,000 ആർക്കുള്ളതാ? സുനിലുള്ള. ആര് കൊടുക്കണം? 2 പാർട്ട്ണർ, ഇവർ രണ്ടുപേരും ചേർന്ന് കൊടുക്കണം. അപ്പൊ ഇവരുടെ ക്യാപിറ്റൽ കുറയും, സുനിലിന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടും. 20,000 കിട്ടുന്ന ആർക്കാ? സുനിലിനാണ്. ആർക്കാ പോകുന്നത്? അനിലിനും പോകുന്നുണ്ട്, മനോജിനും പോകുന്നുണ്ട്. പോകുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. എമൗണ്ട് കുറയുന്ന ആളെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും, കൂടുന്ന ആളെയോ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. സോ ജേണൽ എൻട്രി അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഇനി ആരെയാ കുറയുന്നത്? മനോജ് അല്ലെ. അവരല്ലേ ഇവിടെ ഉള്ളത്? മനോജ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ആർക്കാ കിട്ടുന്നത്? സുനിൽ അല്ലെ. സുനിൽ ക്യാപിറ്റൽ കിട്ടുന്നത് എത്രയാ? 20,000, 20,000 അല്ലെ. 20,000 കിട്ടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ഈക്വലി ആണോ? നോ, ഈക്വലി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ഷെയർ അല്ലെ, നമ്മൾ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാണാൻ? ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യും. ന്യൂ റേഷ്യോനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പം അനിലും മനോജും ഇനി പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത് 3:1 ഓക്കെ. അപ്പം ഗുഡ്വില്ലിന്റെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുകിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഏത് തന്നെയായിരിക്കും? നമുക്ക് ന്യൂ റേഷ്യോ തന്നെ ഇത് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനിൽ എത്ര കൊടുക്കേണ്ടി വരും? 20,000 ഇൻറ്റു 3/4 = 15,000. ആര് കൊടുക്കേണ്ടത്? അനില്. ദെൻ മനോജ് കൊടുക്കേണ്ടതോ? 20,000 ഇൻറ്റു 1/4. ഏതാ 1? ഈ 1, ടോട്ടൽ 4 അല്ലെ. ഓക്കെ, = 5,000. അപ്പൊ ആരുടെ ക്യാപിറ്റല്? അനിലിന്റെ ക്യാപിറ്റൽ എത്ര കുറയണം? 15,000 കുറയണം. മനോജിന്റെ ക്യാപിറ്റലോ? 5,000 കുറയണം. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ. എന്താ ആൻസർ? Anil's capital account debit 15,000, Manoj's capital account debit 5,000 to Sunil's capital 20,000. Okay.